Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். அவர்தான் அப்பாவா? அப்படித்தான் മാധവ് മേനൻ. ഇതെന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല, എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. ഓഹോ, അതാ അപ്പൊ നന്നായത്. എന്ത് പറ്റി നീല? താൻ ചോദിച്ചതിന് ഉത്തരം പറയ്. ആരാത്? ഇതെന്താ എന്റെ നീല? അച്ഛന്റെ പടം നോക്കിയിട്ട് ആരാണ് ചോദിച്ച? അച്ഛൻ. അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം. എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താ നീല അത്? എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ? അതെ വാര്യരെ, ഞാൻ പിഴച്ചു പറ്റാണ്. പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ? പോവാ, പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് ബാക്കി കൂടി കേൾക്കണം. അമ്മയുടെ വായിൽ നിന്ന് അറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം, അല്ല മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം. ஐயோ, அவங்க அம்மாவே இல்லை இப்போ. ஆக்சுவலாக போகும்போது நெஞ்சில் கை வச்சுக்கிட்டாங்கப்பா அவங்க. கொஸ்டின் பேப்பர் கொடுத்து ஆன்சர் இல்லாமல் போயிட்டாங்களேப்பா அவங்க. அதான் கொஞ்சம் பொறுமையாக இருக்கணும். எனக்கு அப்பயே டவுட், ஏன் கேட்காம வந்துடுறாங்க. ഒന്നും മുഴുമിപ്പിക്കാതെ പോയി അല്ലേ വരുതേ? വെളുപ്പിന് ഒരു 4 മണിയോട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത്. കടിച്ചമർത്തി കിടന്നു എന്നാ തോന്നുന്നത്. കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചതുപോലെ. അല്ല, നീലകണ്ഠൻ ഇങ്ങനെ നിന്നാലോ? പോയി കുളിച്ചിട്ട് വരിക, ചടങ്ങുകൾ തുടങ്ങാൻ നേരായി. പോന്നേരെ ഓപ്പോൾക്ക് കൊള്ളി വെക്കണ ഏട്ടന്റെ മകൻ ഹരീഷ്ണ, മനസ്സിലായോ? അല്ല തമ്പുര, മോനുള്ളപ്പോ പറയണ അങ്ങനെ മനസ്സിലാക്ക. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒരു മകന്റെ അവകാശം ഇത്. മകനോ? ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ? വല്യമ്പരാൻ പറയണം, നീലാണ്ടനുള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയാ ആ പാവം മരിച്ചത്. അവൻ കൊള്ളി വെച്ച് അശുദ്ധമാക്കിയ അതിന് പരലോകത്തും മോശം കിട്ടില്ല. சொல்லி வைக்கிற பாக்கியம் கூட கிடைக்கல அவரு. எதுவும் சொல்லிட்டு போனா, சொல்லாம விட்டு நம்மளே சந்தோஷமா இருந்திருப்பான்ல. அவரு தான், அவங்க தான் பொறுமையாக கேளுன்னாங்கல்ல, அவர் எங்கே கேட்டாரு? ഉള്ളിലെ തീ അണയുന്നില്ലല്ലോ വാര്യരെ. നീറ് നീറി നീറി ദഹിക്കുക വയ്യ. പച്ചയ്ക്ക് കത്തുന്ന മനസ്സും ശരീരവുമായി വയ്യ. എന്തു പറഞ്ഞാലും ആശ്വാസം കിട്ടില്ലേ മനസ്സിന്? സഹിക്കുക, മറക്കാൻ ശ്രമിക്കുക. ഇല്ല വാര്യരെ, സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ. അതിനൊരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എഴുത്തച്ഛന് എനിക്ക് കാണണം ഈ രാത്രിയില്. ഇവരുதான். അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. പക്ഷേ എന്റെ ധർമ്മം കൊല്ലങ്ങൾ ഓരോത്തെ ഉപ്പും ചോറും തിന്നണം. കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വെക്കുക. എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ. എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്ന് കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. കാരണവന്മാരുടെ പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? അദ്ദേഹം പോയിടത്തേക്ക് കുറെ വൈകി. ഇപ്പൊ അമ്മയും പോയി. പ്രാർത്ഥിക്കുക, ആത്മശാന്തിക്ക് വേണ്ടി. ഫസ്റ്റ് കൊത്തിക്കൊണ്ടാங்களே അവരാ വെറുക്കരുത്. ആഗ്രഹിക്കാൻ അമ്മ കണ്ടു വേണ്ട, പുണ്യമായിട്ട് തന്നെ കരുതിട്ടുള്ളൂ. ஏஜ் கேட்டகரி இவருக்கு ஈக்குவலான ஆளதான் தெரிஞ்சார் அவரு. அவர் தெரிஞ்சு சொல்லாம போயிட்டாரா? எல்லாத்தையும் வெயிட் பண்றாரு.
அவங்க எல்லாத்தையும் நோட் பண்ணிட்டு வராங்க. இதெல்லாம் அவங்க ஃப்ரெண்ட்ஸ் தான். இந்த 4 பேர் ஃபர்ஸ்ட் வெளில துரத்துங்க. அவங்களா போயிட்டாங்கப்பா. அவருக்கு இருந்த அந்த திமிரு குறையுது. ஏன்னா அவர் எப்போ யார்கிட்ட போய் பேசினாலும் அவர் என்ன நம்ம சொல்லுவாரு, நான் யாரோட பையன் தெரியுமா சொல்லி அந்த டைலாக் பேசி அதுக்கு சொந்தக்காரே அவர் இல்லைங்கிறப்ப ரொம்ப இதாகுது. எப்போலேனா കൊച്ചിൻ ഹനീഫ അവർ തന്നെ. അതെ, ആരാ? ഞാൻ മദ്രാസിൽ നിന്ന് വരിക. എന്ത് വേണം? നിങ്ങളൊന്നും വേണ്ട, അപ്പു മാമയൊന്ന് വിളിക്കും. വരേ. അയാളാരാ? എനിക്ക് അപ്പു മാമയെ മാമ്പറ്റ അപ്പുക്കുട്ടി നായർ മൂപ്പരയാണെന്നത്. ആരാ അത്? ഒരു പിടിയില്ല. അപ്പു മാഷെ കാണാനെന്ന് തോന്നുന്നു. എവിടെന്നാ? മദ്രാസ്ന്നാ. എന്റെ അമ്മയുടെ അണ്ണാത അപ്പു മാഷൻ. ഓ, മരിച്ചുപോയ കുട്ടിമാളുവിന്റെ മോൻ. പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ട്. നാട് വിട്ടതല്ല, നാട്ടിൽ നിന്ന് കുറച്ചു കാലം മാറിയുന്നതാ. നീ അങ്ങ് ചീർത്തല്ലോ. ഞാൻ കാണുന്ന കാലത്ത് നീ കോല് പോലെ ഇരുന്നല്ലേ. ചെല്ല്, ആ പട്ടായപ്പുരയിലാ മാഷ് താമസം. മറന്നിട്ടില്ല അപ്പു മാമേ, അച്ഛനൊന്നും മറന്നിട്ടില്ല. ഒരു ടീ കടയിൽ ജോലിക്ക് നിന്ന് തുടങ്ങിയതാ. ഇപ്പോ ഹോട്ടൽ 4 കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡി കടയും. എന്തായാലും താൻ കേവനായല്ലോ, അത് മതിയടോ. നെല്ലിപ്പോയിലെ തറവാട് ചാത്തുക്കുട്ടി മാമയുടെ മോളുടെ ഞാൻ മേടിച്ചു. അതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിട്ടാ ഞാൻ പറഞ്ഞത്. ആ, ഇത് ഭാനു അല്ലേ? പിന്നല്ലാതെ. ശാരദ അങ്ങ് പെരിയ പൊണ്ണാച്ചേ. ഭാനുവിന്റെ നൃത്തവും പാട്ടൊക്കെ ഇപ്പോഴും ഉണ്ടോ? പാട്ടില്ല, നൃത്തം. അമ്മിണി അമ്മായിയുടെ മുറിച്ച മുറി. അപ്പോ നെല്ലിപ്പോയിലെ വീട്ടിൽ താൻ താമസമാക്കാൻ പോവാ? എങ്ങനെ പറ്റും? മദ്രാസിൽ ഇക്കൊണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയെ. ഭാനു നിൽക്കൂ, ഇനി പറയാൻ പോണ കാര്യങ്ങള് ഭാനു കൂടി കേൾക്കണം. നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടി അങ്ങോട്ട് മാറൂ. അന്യരുടെ പത്തായപ്പുറയില് ഇത് എത്ര നാളെന്ന് വെച്ചിട്ടാ കഴിയാ? അപ്പുമാമയ്ക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ. എന്തേ ഇൻട്രസ്റ്റ് ഇല്ല പോലെ. എന്താ ഭാനു ആരും ഒന്നും മിണ്ടാത്തെ? എന്നെ അന്യനായിട്ട് കാണാ? ഏയ്, അങ്ങനെ പറയല്ലേ അച്യുതാ. കുട്ടിമാളും എന്റെ സ്വന്തം പെങ്ങളല്ലേ. ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ. എന്താ ഭാനു? എന്നാൽ ഞങ്ങൾ ഇറങ്ങായി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ. ഇനി ഇവർക്ക് ഞാനുണ്ട്. പക്ഷേ സെഞ്ച ഉദവികൾക്ക് നന്ദിയുണ്ട്. ആ, മദ്രാസിൽ വരുമ്പോ കോണ്ടാക്ട് ചെയ്യൂ. സൈതാപ്പേട്ടിലെ നായരുടെ ഹോട്ടൽ. എന്നാ വൈകണ്ട മാഷേ. വരേ. പോയി വരൂ. ചെല്ലും മോളെ. എന്നാ ലുക്ക്? എന്നാ ലുക്ക്? ഞാൻ ആലോചിക്കുക ഓരോ മാറ്റങ്ങള്. നീലൻ സർക്കിട്ടും നായാട്ടും നിർത്തിയപ്പോ ഒരുത്തനെയും ഇങ്ങോട്ട് കാണാനില്ലാന്നായി. ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ലാന്ന് അവറ്റയ്ക്കൊക്കെ ബോധ്യായി. ഇപ്പൊ അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോ എന്തോ നമ്മൾ രണ്ടുപേരും തീരെ ഒറ്റയ്ക്കാണെന്ന് ബോധ്യാവുക. പണ്ടേ അറിയണമായിരുന്നു അത്. ഞാൻ CS എഴുതുകയായിരുന്നു ഡൽഹിയിലുള്ള. വരേ. കുറച്ചു ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുക, നമുക്കൊരു യാത്ര പോവാം. നല്ല കാര്യം. ഒന്ന് മാറി നിൽക്കണത് നല്ലതാ. എങ്ങടാ ഉദ്ദേശം? ഹരിദ്വാർ, ഋഷികേശ്, കേദാരം, ബദരി. എന്താ, ഡൽഹി ചെന്നിട്ട് CS പ്രോഗ്രാം പോലെ ഫ്രീ ആണെങ്കിൽ അയാളെ കൂട്ടാം. എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ നോക്കിക്കോളൂ. ഉടനെ പറഞ്ഞ ഇവിടത്തെ കാര്യങ്ങളൊന്നും വ്യവസ്ഥയാക്കാണ്ട് എനിക്ക് വരാൻ കഴിയുമോ? ഇവിടുത്തെ കാര്യങ്ങള് വീട് പൂട്ടി താക്കോല് കുഞ്ഞമ്പ് നരയിപ്പിക്കുന്നു. എന്നിട്ട് നാളെ തന്നെ വിടുക. അല്ല, നീലന്റെ ഏർപ്പാടെന്ന് പറയുമ്പോ രണ്ടും കൽപ്പിച്ചായിരിക്കുമല്ലോ. അതിനാടോ ത്രില്ല്. മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്ര. കാശിയിൽ നിന്ന് തുടങ്ങാം. പിന്നിട്ട വഴികൾ, അഴുക്ക് ചാലുകൾ, ചെയ്തു പോയ തെറ്റുകൾ, ഭൂതകാലത്തിന് മുഴുവൻ ബലിയിട്ട് പ്രായച്ചിത്തം നടത്തിയ ഒരു യാത്ര. ഇവര് എങ്ക വരാറ്? നീലകണ്ഠൻ. അതെ, കയറിയിരിക്കാൻ വേണ്ട. ഞാൻ പണിക്കർ, ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യമാണെന്ന് തോന്നി. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നെ മനസ്സിലായില്ലെങ്കിലും മൈലുകൾക്ക് അപ്പുറത്തുനിന്ന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരാളിനെ കാണാനാണ്. ഭാനുമതി അറിയാമായിരിക്കുമല്ലേ? ഇവരളതാണ് ഡൽഹി പോறது ക്യാൻസൽ ആക്കി. കപ്പുമാഷയുടെ മോള് മാത്രമാണ്. നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് ആ കുട്ടിയുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്കാവും. മിടുക്കയാണ്. ഞാൻ നൃത്തം കണ്ടു. കണ്ടു എന്നല്ല, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിച്ചു. എന്നിട്ട് അവളുടെ ചിലങ്ക കഴിപ്പിച്ചു. വീരനൃത്യം അല്ലേ? ഹേ മിസ്റ്റർ, നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രോബ്ലത്തിൽ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സിദ്ധി ഭാനുമതി ഉപേക്ഷിച്ചിരിക്കുക. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി. എല്ലാം തൊലച്ചു. നിങ്ങളെ പോലൊരു ഫ്യൂഡൽ തെമ്മാടിയുമായി ഉണ്ടായ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാം. എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും, വലിയ പുണ്യം. ഡൽഹി പോறது அதுக்காக தான அவங்க കണ്ട് പറഞ്ഞില്ലെങ്കിൽ அங்க போயிட்டு ஏதோ டான்ஸ் டீச்சிங் ப்ளஸ் பிசினஸ்
இவர் தானே அந்த டெல்லி ப்ரோக்ராமுக்கு வந்துட்டு ஹெல்ப் பண்ணது. അവളുടെ ഭാവിക്ക് വേണ്ടി ஜாப் ப்ளஸ் வந்து அங்க டீச்சிங் ப்ளஸ் வந்து பிசினஸ் அப்படி பிளான் பண்ணி கொடுத்தாரு இவரு. அதுக்கு அவங்க சலங்கை முன்னாடி கூப்பிட்டு சலங்கையை கழட்டிட்டு நான் அதுக்கப்புறம் ஆரம்பிட சொல்லவும் இப்போ இதாயிடுச்சு. ഉപയോഗിച്ച പ്രയോഗം ഫ്യൂഡൽ തെമ്മാടി. അച്ഛനില്ലേ? ഇല്ല, കയറി ഇരിക്കൂ. ആ. ഭാനുച്ചി, ഭാനുച്ചി, മംഗലശ്ശേരിയിൽ നീലാണ്ടനും ഭാര്യരും വന്നിരിക്കണോ? என்ன உங்களுக்கு ஒரு கியூரியாசிட்டி? அவங்க அவர் ஃபீல் பண்றதை பார்த்து ആ അച്ഛൻ എപ്പോ വരും കുട്ടി? എത്താറാവുന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്താ? ചായ വേണം. അത് അനിയത്തിയോട് എടുക്കാൻ പറയാ. എന്നിട്ട് താൻ അവിടെ നിൽക്കുക. വന്നത് മാഷിനെ കാണാനല്ല, ഇയാളെ കാണാനാ. ആ മൂപ്പരുണ്ടല്ലോ ഡൽഹിയിലുള്ള പണിക്കർ, അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലെ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ? അതെ. ആ, അപ്പോ തെറ്റിയിട്ടില്ലേ? ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞാ ഇതൊരു സംഭവമല്ലേ? പക്ഷെ എന്താ ചെയ്യാ, വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കുറെ ശകാരിച്ചിട്ടങ്ങ് പോയി. ഇയാള് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ്, ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരുത്തൻ കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യമായിരുന്നു മൂപ്പർക്ക്. എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ചാ കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പരിഹസിക്കരുതെന്ന് പറയൂ വാരമ്മവ. പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നോ? കാര്യമായിട്ട് തന്നെ ആ ചിലങ്ക കെട്ടിക്കൂടെ? കേട്ടോ, പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ. ஏதோ அவங்க லுக் விட்டு அதெல்லாம் பார்த்து சென்டிமெண்ட்டாக இதை வந்திருக்காங்க இறங்கியிருக்காங்கன்னு பார்த்தா இல்லையே. അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള മറുപടിയാ. അത്രയും വേണ്ടിയിരുന്നില്ല ഭാനുവച്ചി. വേണം മോളെ, എന്റെ കണ്ണീന്നൊഴുക്കിയ ചോരയ്ക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ. എന്നാലും ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ലാത്ത ആളാ. ഇവിടെ കയറി വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത്? അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു. ഒന്ന് നോവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ പറയാം. അത് വേണം. അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചിക്കുണ്ടാവരുത്. ഞാൻ കിളമ്പി പറഞ്ഞ പോയി. മിടുക്കിയ അല്ലേ വരരെ? മനസ്സുറപ്പ്. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു. அவர் மைண்ட் തനിക്കറിയോ ഭാര്യരെ, അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റി അടിച്ചത്. ഒന്നിന്റെ പുറകെ മറ്റൊന്നായി എന്തെല്ലാം തീർന്നിട്ടില്ല. ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു. ഏത് ഗംഗയിൽ മുങ്ങണം, ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായച്ചിത്തം ചെയ്യണം അറിയില്ല. இது ஏதோ பிளான் மாதிரி இருக்கு ட்ராப்பு சைடில் பதிக்கிற போலயே. രഥം താണല്ലോടോ, ഒന്നിറങ്ങി കൈവയ്ക്കേ. ஐயோ அவர் தனியாக போகிறாரு. എന്റെ ഈശ്വര, ഇതൊന്നും ആവണില്ല. ആ, ഛെ. ആരാത്? ശേഖർ. മുണ്ടക്കൽ ശേഖരൻ. കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്. വരരെ ജീപ്പിൽ കയറിയിരുന്നുള്ളൂ. அவரே இப்போ தான் தெரிஞ்சுக்கிட்டு வராரு. ஐயோ எனக்கு தெரிஞ்சவர் அடிக்க மாட்டார். அடிக்க 10 பேர் சேர்ந்து கொல்ல வந்துகிட்டு இருக்காங்க, அடிக்க மாட்டாருன்ற. அவங்க வேற சாவு போட்டிருக்காங்க. ஒரு சாபத்தோட பவரே என்ன முடியல. இது வந்து தற்காப்புக்காக போடுற ஃபைட், வேற வழி இல்லை. ஐயோ இவர் ஏதாச்சும் கொண்டு போறாங்க. ஆஹா என்னதே எடுக்க போறாரு. வெப்பன்ஸ் கார் விட்டு ஏற்ற போறாரு நினைக்கிறேன்ப்பா. ஐயோ ஐயோ போச்சு. தப்பாவிக்கலாம் போச்சு. എന്താ ഭാസ്കരേട്ടാ, വിവരം വല്ലതും? മറുപടി അതേ മാതിരി ഒരു ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറി കളഞ്ഞില്ലേ? 18 വെട്ടാ. സത്യാണോ മോളെ? കൊളക്കടവിൽ എല്ലാവരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാ? എന്റെ ഈശ്വര, അപ്പൊ തോന്നിയൊരിതില് ഞാൻ എന്താ പറഞ്ഞത്? അറം പറ്റിയ വാക്കായി പോയല്ലേ ചേച്ചി? ഞാൻ അങ്ങനെയൊന്നും സംഭവിച്ചെന്ന് കരുതി പറഞ്ഞതല്ലോ. എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി. കരുണാക്കാരി. മോളെ അനു അച്ഛൻ അറിഞ്ഞോ? കേട്ടു.
അവനോൻ ചെയ്യണതിന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ അല്ലേ അച്യുതാ? പിന്നല്ലാതെ ആ ഈ ബോംബെയിലേക്കുള്ള ദാതാമാരുടെ കാര്യം തന്നെ എടുത്താ തന്നെക്കാൾ പോകുന്നിടത്തും രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു. ഏത് മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. ഞാനിന്ന് പോവാ. വിഷമിക്കണ്ട, അടുത്ത ആഴ്ച വരും. എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ. മടിക്കണ്ട. പട്ടുസാരിയോ സെന്റോ എന്താണെച്ചാ. ദേവി, മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. எழுதிட்டாங்க உழைச்சிருவாரு ചിട്ടുമില്ല. കേട്ടതൊന്നും സത്യാവരുതേ. இவங்க என்ன சொன்னாலும் நடக்குதுப்பா. ജീവൻ കൊടുക്കണേ എന്റെ ഭഗവതി, ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ജീവൻ പോയിന്നും ഇല്ലാന്ന് 2 വർത്താനമുണ്ട്. കിട്ടിയാ? ചത്തല്ലെങ്കിലും പറഞ്ഞു കൊല്ലും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കെ. മെഡിക്കൽ കോളേജിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത്. ജീവനുണ്ട് മാത്രമല്ല പരിക്കൊന്നും അത്ര സാരമുള്ളതും അല്ല. അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതാ എനം. ஓ இவ்வளோ பதுங்கியிருக்காங்களாம்மா? ആ ശേഖരൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് அந்த 4 பேர் போயிருவாரு. അയാൾ പണം വാരി വിതറിക്കുക. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാക്ഷികളില്ലത്രേ. ഇനി ശേഖരന്റെ കാലായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോ ഈ കേസിൽ നമ്മൾ അകത്തായിക്കൂടാന്നില്ല. ഏതായാലും കുറച്ച് ദിവസം കൂടി നമ്മൾ മാറി നിൽക്കാൻ നല്ലത്. ട്രാൻസിഷൻ இந்த സൺസെറ്റും സൺറൈസും നമ്മള് അയാളുടെ പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത്. ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല. അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിലെ വിശേഷം ഒന്നും പറഞ്ഞില്ല. அவருக்காக தான் தீபம் ஏத்திட்டு இருக்காங்களா? അച്യുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യവും ഇപ്പൊ പഴയ ആളെയല്ല. എന്തൊക്കെയോ കണക്കൂട്ടില്ല അച്ഛന്. അച്യുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അത് അയാളുടെ കയ്യിലിരിക്കേയുള്ളൂ. ഭാനുവിനെ അറിയില്ല. അയാൾക്കും അച്ഛനും. നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. എത്ര വേഗ ദിവസങ്ങൾ പോയത്. മംഗലശ്ശേരിക്കാ വന്നുല്ലേ? ശേഖരന് പോവാ. ஊர்ல 2 பேர் பேசிட்டு இருப்பாங்கல்ல. നീലകണ്ഠൻ ഒരു സാവകാശമില്ലാത്ത ആളാ. ഇന്ന് തന്നെ വല്ല നടക്കും. வீடே மெயின்டெனன்ஸ் இல்லாம இருக்கு. அன்னஸ்டா 4 பேர் வருவாங்க. இப்ப 4 பேரும் தூக்கிட்டு வர மாதிரி அடிச்சு வருது. പൊയ്ക്കോളൂ. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തൂന്ന്. ഇടത്തെ കൈയും ഇടത്തെ കാലും. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. போச்சு ஒரு கை கால் வரலையா அப்போ அவருக்கு? വരേ. പടിഞ്ഞാറ്റ മുറിയില് കുപ്പി ഉണ്ടാവും. ഒന്നിങ്ങെടുക്കൂ. ഇത്തിരി വെള്ളവും. പടിഞ്ഞാറ്റയിൽ നിന്നല്ല, ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല. ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ആഹാ, ഒറ്റ ചവിട്ടയാമ ചേരും. ചവിട്ടാലോ? ഓ, നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ. എനിക്കത് അറിയാല്ലേ അല്ലേ? ஓ சொர்ணையிலே என்ன നീല, அதுல എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല. വൈദ്യർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നേരാമണ്ണം പത്യം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണം ഉണ്ടാവും. എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയണത് കേൾക്കുക. എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ. പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരള് കുത്തി പറിക്കുക. ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യരെ ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? എങ്കിൽ എനിക്ക് വയ്യ വാര്യരെ. ഇനി ഒന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല വാര്യരെ. എന്ന് തൊട്ടോ താൻ എന്റെ കൂടെ ഇല്ലേ? ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ? ഒരു സുഹൃത്തിന്റെ കൂടപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റ അധികാരമേ ഉള്ളൂ, ഒരച്ഛന്റെ. പിഴച്ചു പെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. എന്നിട്ട് ഒരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം. നീല, மாட்டீங்களா? തീർത്തിട്ട് തെക്കേ കണ്ടത് കപ്പാണുള്ളതാ. ഓ ആ யார் தெரியாது? சுபத்ரா. കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട്. അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി നിന്നതാ. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? പണമായിട്ടോ അതോ പറമ്പോ പാടമോ? എത്ര ഏക്കർ വേണം? ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ മടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ. ശേഖര, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല, എന്റെ മാന്യത. മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക്. വേണ്ട, നാട്യമൊന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഈ ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ. യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര. ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ. തേടി വന്നതല്ല,
ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിൽ രണ്ടു കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്തന്റെ വീരം പറയുന്നു. ചത്താലും തീരില്ല അവന്റെ മഹത്വം. ഓർമ്മ വെച്ച നാള് തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്. കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ്. ഇല്ല, അവന്റെ നാശം, ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ അടക്കമുള്ള എല്ലാവർക്കും. ഇനി എനിക്കത് വ്രതമാണ്. നോക്കിയോ. വൈദ്യരെ, വല്ല ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ, അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ, വൈദ്യത്തിലും വൈദ്യനിലും. എനിക്കൊന്നിലും വിശ്വാസമില്ല. അത് വേണം. മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം. ആദ്യം ഈ നിരാശ അങ്ങോട്ട് മാറ്റുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട. തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള്. അതെ, എന്നെ തിന്നാൻ വന്നോളൂ. ஆஹா இது எனக்கு இங்க வரான். ആരാ അത്? നീലാണ്ട, ഞാനാടാ ശേഖരൻ. இப்ப மட்டும் கை கால் மட்டும் നീ இருந்துச்சு. ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും. എന്നിട്ട് ഇഞ്ചിഞ്ചായി. ഇല്ല, കൊല്ലില്ല. പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. 2 കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും. നീ എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താടോ കളവോ തന്റെ മുഖത്തൊരു കടുപ്പം? എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ടാ எழுந்து வர போறாரு நினைக்கிறேன். ചറ്റേ. ഓ, അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ? ഇല്ലടാ, നോയിന്റെ മോനെ. കേട്ടക്കടാ, പൊളക്കാണ്ട് കിടക്ക്. யார் பாவன்? இவருக்கு இப்ப ரெக்கவர் ஆகி வர்றதுக்கு ஒரு பூஸ்ட். ஐயோ, காயம் பொழந்துட்டு பிளட் இருக்கு. எட்டி உதைக்க போறாது பாருப்பேன். இல்ல நீ போய் கொஞ்சம் கோயில்ல வேண்டுமா, கை கால் சரியாகணும். ഓ, ഇയാളോ? ഇയാളോ? മരണം 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 ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ, അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലെ? രണ്ടായാലും ജയം തന്നെ. നീലകണ്ഠന്റെ മേൽ ജയം. കുറച്ചുകൂടെ അടുത്തേക്ക് വരാം, വേണമെങ്കിൽ ഒന്ന് കാറ് തുപ്പാം. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞുള്ളൂ വാര്യരെ. നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി. ഞാൻ പോകുന്നു വാര്യമാവ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. തെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകണം. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെയും എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ എന്തിനവിടെ പോയി? മുമ്പ് അവിടെ പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ. ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി. ആനോ, പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ് നീ. ആ ആഭാസൻ പ്രായം ചെന്ന 2 പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ ഇന്ന്. തർക്കുത്തരം വേണ്ട. അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത്? ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ടേ അച്ഛാ. വേറൊരുത്തിന്റെ ഔദാര്യത്തില് ഇപ്പൊ 3 നേരം സുഭിക്ഷയായിട്ട് കഴിയാന്ന് വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. ഇനി ഞാൻ അറിയാതെ നീ എവിടെ പോകരുത്, മനസ്സിലായോ? ആ അച്യുതനെങ്ങാനിത് അറിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും? ഇനി പോണെന്ന് കരുതിയതല്ല, പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും. അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമം ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും. ആണോ? താൻ വരരുതായിരുന്നു. അച്ഛനെ മുഷ്ടിലുണ്ടാക്കി. എന്തിനാ? അതുകൊണ്ട് എന്താ കാര്യം? എന്തിന്? എന്ത് കാര്യത്തിന്? ഒന്നും ചിന്തിച്ചില്ല. വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായിലേക്ക് പോവാം. എനിക്ക് ആരുടെയും ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറുത്തു എന്നല്ല ഞാൻ കണക്കാക്കേണ്ടത്. അതിലെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. അപ്പോ എന്നെ കാണാൻ വരിക, സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും. താൻ വെറുതെ പാവം വലിച്ച് തലേ കയറ്റണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ളൊരു ശരീരം മാത്രമല്ല, അതിൽ ഉറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു, പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്. മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാര്യം. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കല്ല. അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക്
എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചും ശരിയായിടും അവർക്ക് കൺഫേം ശരിയായിടും. ഈ ഭാര്യർ എവിടെ പോയി കിടക്ക? ഭാനുവിന് ഇന്ന് ശരിക്കും വഴക്ക് കേൾക്കും. ഏയ് കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. ഭാര്യരായിരിക്കും. വാര്യമാനല്ല. പിന്നെ മ്യൂസിക് ആരാ അവിടെ? വന്നു അല്ലേ തെമ്മാടി? ഇങ്ങോട്ട് കയറി വരിക, തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ഒരു ചിത്രമുണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നു പോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. പെരിങ്ങോടാ, തനിക്ക് തരാൻ, തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കുക. എന്നെ പോട്ട് പുളിഞ്ചിട്ടാ. இவர் பாடி அவங்க கேட்டதே இல்ல. அப்படியா? ஆமா, இப்ப பாட போறதா நினைக்கிறேன். செம்மையா ஷாட். പോയി അല്ലേ? ഹൃദയം നിറയെ സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി. ഭാനുമതി, ഞാൻ മരണത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒച്ചയും അനക്കവും ഇല്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. ഭാനു, ആ ചിലങ്ക വീണ്ടും കെട്ടണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത് അയ്യോ, എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ? പഴയ നീലകണ്ഠൻ മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്. ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം. മറുത്തു പറയരുത്. എന്നോട് കാണിക്കുന്ന ഒരു ദയ, ഒരു പാവത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ஓகே, இந்த பாட்டு இதோட முடிச்சிடலாம். நம்ம பார்ட் 4ல சந்திப்போம். பை பை.